അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ നടയറയുടെ നിവാസികൾക്കെല്ലാം സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അല്ലാഹു സുഖവും സൗഖ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടു കാണും, വിഷയം സൂചിപ്പിച്ചിരുന്നു. ആ വിഷയത്തിൽ നമ്മൾ പറഞ്ഞ ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യം, എന്നിട്ട് നമുക്ക് ചർച്ചയിലോട്ട് പോകാം ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ടവരെ, ഖുതുബുൽ-ആലം ശൈഖ് തങ്ങളാണ് ഇവിടത്തെ കാണിച്ചു തന്നിട്ടുള്ളത്. ഞങ്ങളുടെ എല്ലാം ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട CP ഉസ്താദ് ഞങ്ങൾക്ക് ഇവിടെ ദർസ് നടത്തുമ്പോൾ ഞങ്ങൾക്ക് ഇത് കാണിച്ചു തന്നിട്ടുണ്ട്. ഞങ്ങളുടെ ദർസ് ജീവിതത്തിൽ ഇവിടെ ഒരുപാട് വന്ന് കടന്നുറങ്ങിയവരാണ്. ബഹുമാനപ്പെട്ടവരെ, ഞങ്ങളെ നോക്കണേ യാ വലിയല്ലാഹ്, ഞങ്ങളെ ഏറ്റെടുക്കണേ യാ വലിയല്ലാഹ്, ഇവിടുത്തെ പോരിശ കൊണ്ട് അനുഗ്രഹിക്കണേ യാ വലിയല്ലാഹ്. ഞങ്ങൾക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് അതൊക്കെ റാഹത്താക്കി തന്നെ ബഹുമാനപ്പെട്ട മഹാനവർകളെ. ബഹുമാനപ്പെട്ടവരെ, ഈ ദിവസത്തിൽ ഞങ്ങളിത് അവിടെ ഒരുമിച്ച് കൂടി ഇതുപോലെ ഒരുപാട് പ്രാവശ്യങ്ങളുടെ വരാനുള്ള വഴികളൊക്കെ തുറന്നു തരണേ യാ വലിയല്ലാഹ്. ഞങ്ങളിവിടെ എത്തിച്ചേരണേ ബഹുമാനപ്പെട്ടവരെ. കയ്യരുതേ യാ സയ്യിദീ, ഞങ്ങളെ നോക്കണേ യാ സയ്യിദീ. ഈ കണ്ടതാണ് ഈ വിഷയ ആസ്പദമായ വീഡിയോ. അപ്പോൾ അതിൽ ഒരു പണ്ഡിതൻ, ഒരു അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറയുന്നുണ്ട്, അവരാരാണ് എന്താണ് എന്നെല്ലാം. അപ്പോൾ ഒരു ഔലിയാൻ്റെ മരണപ്പെട്ട ഖബറിൻ്റെ അടുത്ത് നിന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവിടെ വിഷയം അള്ളാഹുവിനെ വിളിച്ചല്ല പ്രാർത്ഥിക്കുന്നത്, ആ വലിയനെ വിളിച്ചാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതാണ് അവിടുത്തെ മെൻഷൻ ചെയ്തിരിക്കുന്ന മെയിൻ വിഷയവും. പിന്നെ ഈ വീഡിയോ വന്നിരിക്കുന്നത് പുത്തനാശയക്കാരായ ആൾക്കാർ പടച്ചുവിട്ട കറാമത്ത് ചൂഷണം എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ഗ്രൂപ്പിലാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ആദർശം എന്താണ് എന്നാണ്. ഇസ്ലാമിൻ്റെ ആദർശം തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദിൽ ഉറച്ച് വിശ്വസിക്കുന്നവരാണ് സത്യവിശ്വാസികൾ, പരിപൂർണരായ സത്യവിശ്വാസികൾ. ആ വിശ്വാസത്തിൽ ഉറച്ച് അള്ളാഹുവിൽ 5 വഖത്ത് നിസ്കരിച്ച് ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിൻ്റെ റസൂലിനെ അനുധാവനം ചെയ്ത് ജീവിക്കുന്നവർ, അവർ ഷിർക്ക് ചെയ്യാൻ കൂട്ടുനിൽക്കുമോ? അപ്പോൾ അവർ ഷിർക്കാണ് ചെയ്യുന്നത്. അവരൊരു മനുഷ്യനോട്, അല്ലെങ്കിൽ മരിച്ചുപോയ മനുഷ്യനോടാണ് സഹായം ചോദിക്കുന്നത്. അത് അള്ളാഹുവിൻ്റെ സ്ഥാനം കൊടുത്തിട്ട് മറ്റു മതസ്ഥർ ബിംബാരാധന ചെയ്യുന്നതിനോട് സാദൃശ്യപ്പെടുത്തിയാണ് അതിൽ സംസാരിക്കുന്നത്. അപ്പോൾ അതിനെ വിലയിരുത്താൻ നമുക്ക് എന്ത് വേണം? നമുക്ക് അറിവ് വേണം. എന്താണ് തൗഹീദ്? അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ കഴിവുകൾ അത് പലർക്കും അള്ളാഹു കൊടുത്തിട്ടുണ്ട്, പല രീതിക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, മനുഷ്യന്മാരെല്ലാം ഒരേ ഗണത്തിൽപ്പെട്ടവരും ഒരേ ഗുണത്തിൽപ്പെട്ടവരുമല്ല. ഭൗതികപരമായി നോക്കിയാൽ തന്നെ സെഞ്ചുറികൾ മുമ്പ് ജീവിച്ചിരുന്ന ഒരുപാട് ശാസ്ത്രജ്ഞന്മാരെ നമ്മളിന്നും പഠിക്കുന്നു. അതേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സാധാരണ മനുഷ്യരുണ്ട്, നമ്മളവരെ കുറിച്ച് പഠിക്കുന്നില്ല. ഇത് ഭൗതികതയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഭൗതികത മാത്രമേ ഉള്ളൂ. സെഞ്ചുറികൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഭൗതിക ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് പഠിക്കുകയും അവർ കണ്ടെത്തിയ കണ്ടെത്തലുകളും അവർ ചെയ്ത കാര്യങ്ങളും പഠിക്കുമ്പോൾ, ഈ സെഞ്ചുറികൾക്ക് മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന് തന്ന് പൂർത്തീകരിച്ച ദീനിൽ പുതുതായൊന്നും ആഡ് ചെയ്തിട്ടില്ല, വാദങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂർത്തിയാക്കിയ ദീൻ തീർത്തതിൻ്റെ അന്ന് ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചു, ഈ ദീനിനെ ആരിനി വരും തലമുറയിൽ എത്തിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ അവിടെ പറഞ്ഞത് ഉലമാക്കന്മാരാണ് വറസത്തുൽ അംബിയാ, അമ്പിയാക്കന്മാരുടെ അനന്തരക്കാർ ആരാണ്? ഉലമാക്കന്മാരാണ്. അപ്പോൾ ആരാണ് ഉലമാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും നേരിട്ട് ദീൻ പഠിച്ച സഹാബത്തിൽപ്പെട്ട ഉലമാക്കൾ, അവരിലൂടെ പിന്നെ താബഈങ്ങൾ, അവരിലെ പണ്ഡിതന്മാരിലൂടെ ഇന്ന് എത്തി നിൽക്കുന്ന ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിലനിൽക്കുന്ന ഉലമാക്കന്മാരിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നിങ്ങളിൽ ദീനെത്തുമെന്ന്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചു, 14-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ അമേരിക്കയുടെ കുതന്ത്രത്തിൽ കുരുത്തു പൊങ്ങിയ പുത്തനാശയം ബിദ്അത്ത്, സലഫിസം, അതിലൂടെ
അന്ന് വരെ ഏകോദര സഹോദരങ്ങളെപ്പോലെ എല്ലാ കർമ്മങ്ങളിലും ഏകോപിച്ച് മുന്നോട്ട് പോയിരുന്ന മുസ്ലിം സമൂഹത്തിനെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഈ സലഫിസം എന്ന ഐഡിയോളജി, അതിനു മുമ്പ് വരെ എല്ലാവരും താബഈങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന ആ ദീനിൽ ഹക്കായി വിശ്വസിച്ചു പോയിരുന്നു. അന്ന് സൗദി അറേബ്യയിലും ഒരു പ്രശ്നമില്ലായിരുന്നു അതിനു മുമ്പ്. അതിനുശേഷം ഇത്തരം ഛിദ്രശക്തികളുടെ ഇടപെടലിലൂടെ ഇമാമിങ്ങൾ അംഗീകരിക്കപ്പെടാൻ പറ്റാത്തവരാണ്. നമുക്ക് വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ശരീഫുമുണ്ട്. അത് രണ്ടും മതി മുസ്ലിമായി ജീവിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാദഗതികൾ മുന്നോട്ട് വെച്ച് സാധാരണ ജനങ്ങളെ അവരുടെ ആഖിറം നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവണതകളിലേക്ക് നയിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചതും. യഥാർത്ഥത്തിൽ ഒരു വ്യക്തിക്ക് വിശുദ്ധ ഖുർആനും ബുഖാരിയിലെ ഹദീസുകളും മതിയോ എല്ലാത്തിലും എത്തിച്ചേരാൻ? കഴിയില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വിശുദ്ധ ഖുർആനും ഹദീസും എടുത്തു വെച്ചിട്ട് അംഗമാറ്റം, ലിംഗമാറ്റം, അവയവദാനം ഇതെല്ലാം വിവക്ഷിക്കാൻ കഴിയുമോ ഈ പറയുന്ന പൊതുസമൂഹത്തിന്? കഴിയില്ല. ഖുർആനും ഹദീസും എടുത്തു വെച്ചാൽ കഴിയില്ല. അവിടെയാണ് താബഈങ്ങളായ കടന്നുപോയ പണ്ഡിതന്മാർ, ഇമാമിങ്ങൾ, അവർ പഠിച്ച് അതിനെ ഫിഖ്ഹായി പല ശാസ്ത്രശാഖകളായിട്ട് ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങൾ രചിച്ചു. ഇതെല്ലാം പഠിച്ച് വ്യക്തമായി മനസ്സിലാക്കി വന്നവരാണ് ഉലമാക്കൾ. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ആരും കോറിയിട്ട് കൊടുത്ത ചിന്താഗതികളല്ല വിളിച്ചു പറയുന്നത്, പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വിഷയം വിട്ടുപോവുകയല്ല. ആ പണ്ഡിതൻ അവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസം ഉള്ളിലുള്ള ആളാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. കാര്യമെന്ത്? ആരാണ് വലിയ? അതിൻ്റെ ഉദാഹരണം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് നടന്നൊരു സംഭവം സൂറത്തുൻ നംലിൽ വിവരിക്കുന്നുണ്ട്. അതിൽ ബിൽക്കീസ് രാജ്ഞി ഇസ്ലാം മതം സ്വീകരിച്ച് സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ കൊട്ടാരത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ ബിൽക്കീസ് രാജ്ഞിക്ക് ഒരു സസ്പെൻസ് കൊടുക്കണമെന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാം ആലോചിക്കുകയാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാം ആരാണ്? അള്ളാഹുവിൻ്റെ പ്രവാചകരാണ്. എല്ലാ കറാമത്തും എല്ലാ മുഅ്ജിസത്തുകളും കൊടുത്ത, ജിബ്രീൽ അലൈഹി സ്വലാമിൻ്റെ സഹായത്തോടു കൂടി എന്തും ചെയ്യാൻ കഴിയുന്ന അമ്പിയാക്കളിൽപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാം. സുലൈമാൻ നബി അലൈഹി സ്വലാമിന് ഉള്ള പ്രത്യേകത ഖുർആൻ പറയുന്നുണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ സദസ്സിൽ ജിന്നുകളും അതുപോലെ തന്നെ പല ജീവിജാലങ്ങളോടും സംസാരിക്കാനും എല്ലാം കഴിവ് കൊടുത്തിട്ടുള്ളൊരു പ്രവാചകരാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം. അപ്പോൾ സൂറത്തുൻ നംലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സമൂഹത്തിന്, ഇതുപോലെ കടന്നു വരുന്ന സമൂഹങ്ങൾക്ക് ഇത്തരം സാഹചര്യങ്ങൾ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് അത് വിവരിക്കുന്നുണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാം ആ സമൂഹത്തിൽപ്പെട്ട ആ സദസ്സിലിരുന്ന ഒരു വ്യക്തി, സദസ്സിന് ഒന്നടങ്കം മനുഷ്യരുണ്ട്, ജിന്നുകളുണ്ട്, മറ്റു പല ജീവജാലങ്ങളുണ്ട്. അപ്പോൾ അവരോടെല്ലാമായിട്ട് ചോദിച്ചു, ആരാണ് ബിൽക്കീസ് രാജ്ഞി? അവരുടെ കൊട്ടാരം എത്രയോ മൈലുകൾക്കപ്പുറത്താണ്. അവിടെ നിന്ന് അവർ സഞ്ചരിച്ച് ഇവിടെ എത്തുന്ന ആ സമയം നമുക്ക് ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിലിരിക്കുന്ന സിംഹാസനം ഇവിടെ എത്തിച്ച് കാണിച്ചു കൊടുക്കണം. അതിന് എത്രയും വേഗം അതിവിടെ എത്തിക്കണം. ആരാണ് എനിക്ക് ഇത്രയും വേഗം എത്തിച്ചു തരിക എന്ന് ചോദിച്ചപ്പോൾ ഇഫ്രീത്ത് എന്ന് പറയുന്നൊരു ജിന്ന് എണീറ്റിട്ട് പറഞ്ഞു, ഞാൻ എത്തിച്ചു തരാം. അപ്പം സുലൈമാൻ നബി അലൈഹി സ്വലാം ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് എത്തിച്ചു തരിക? അവിടെ നിന്ന് ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്നും എണീക്കുന്നതിന് മുമ്പ് എനിക്ക് ഞാനത് എത്തിച്ചു തരാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്, പോരാ, ഞാൻ ഇവിടെ നിന്ന് എണീക്കുന്ന സമയം കൊണ്ട് പോരാ, അതിനു മുമ്പ് വേണം. അപ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നു, ആ സദസ്സിൽ നിന്ന് തന്നെ മനുഷ്യൻ, ഇൽമുൽ കിതാബ്, ഒരു കിതാബുകളിൽ അവജ്ഞാനമുള്ളൊരു പണ്ഡിതൻ ആ മജ്ലിസിൽ, ആ സദസ്സിൽ നിന്ന് എണീറ്റിട്ട് പറഞ്ഞു, ഞാൻ കൊണ്ടുതരാം. അപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാം ചോദിക്കുന്നത്, എപ്പോൾ കിട്ടും? അങ്ങ് കണ്ണ് ചിമ്മി തുറക്കൂ. കണ്ണ് ചിമ്മി തുറന്നു, സിംഹാസനം അവിടെ ഹാജരായി. അമാനുഷികത, കറാമത്ത്, ജീവിച്ചിരുന്നപ്പോൾ തന്നെ
കറാമത്ത് കാണിച്ച ഒരു ഔലിയായിനെ അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. അംബിയ ആയ സുലൈമാൻ നബി അലൈഹി സ്വലാം സഹായം ചോദിച്ചിരിക്കുകയാണ് ഔലിയായിൻ്റെ അടുത്ത്. അത് പഠിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇത് അള്ളാഹുവിൻ്റെ കുദ്റത്താണ്, അത് അള്ളാഹുവിൻ്റെ നിഅമത്ത് കൊണ്ടാണ് ഈ മനുഷ്യൻ ഈ സിംഹാസനം ഞാൻ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ആ സിംഹാസനം ഇവിടെ എത്തിച്ചത്. അതുപോലെ ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ ഒരുപാടുണ്ട്. അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന് വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പറയുന്നു. എൻ്റെ ഔലിയാക്കന്മാർ, എന്നോടടുത്ത് എൻ്റെ ദാസന്മാർക്ക് ഭൂമിയിലല്ല അവർക്ക് എവിടെയും ഒരു ഭയപ്പാടുമില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഇസ്ലാം പറയുന്നു, ഒരു മക്ബറയിലേക്ക് നീ കടന്നു ചെന്നാൽ അവിടെ ഖബർസ്ഥാനിലുള്ള എല്ലാ ഖബറാളികൾക്കുമായിട്ട് അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്ന് പറയണമെന്ന്. എന്താ കാര്യം? ഖബറാളിയാണെങ്കിലും ഖബറാളിക്ക് കേൾക്കാം, സലാം മടക്കാം, നമുക്ക് കേൾക്കാൻ കഴിയില്ലെന്നേ ഉള്ളൂ. അവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴും എത്തുമ്പോഴും സലാം പറയുന്നു. ജീവിച്ചിരിക്കുന്ന ആളുടെ അടുത്ത് പറയുന്നതൊക്കെ പറയുന്നത് ഇസ്ലാം. അവിടെ എന്തേ അള്ളാഹുവിൻ്റെ റസൂലിനും ഇസ്ലാമിൻ്റെ പാഠങ്ങൾക്കും തെറ്റ് സംഭവിച്ചോ? ഇനി പുത്തനാശയക്കാരാണോ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? അപ്പോൾ ഇത്രയും പവറുള്ള മനുഷ്യൻ, അദ്ദേഹം മരണപ്പെട്ടാലും ഖബറിനുള്ളിൽ അദ്ദേഹത്തിന് കേൾക്കാനും നമുക്ക് മറുപടി തരാനും കഴിവുണ്ട് എന്ന് അവിടെ വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുത്ത ദാസന്മാരായി ജീവിച്ച മനുഷ്യർ, അവർ ജീവിച്ചിരിക്കുന്ന സമയത്തും അവർ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഷിഫായിന് വേണ്ടിയിട്ട് മന്ത്രിച്ചിരുന്നു. അവർ തലയിൽ കൈവച്ചാൽ ഷിഫാ കിട്ടിയിരുന്നു. ഓരോ പ്രവാചകന്മാരുടെ മുജിസത്ത് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമ്മൾ ഒരുപാട് മുജിസത്തുകൾ കണ്ടു. രോഗം ഉള്ളവൻ്റെ രോഗം മാറ്റിയതും, കാഴ്ചയില്ലാത്തവർ കാഴ്ച കൊടുത്തതും, യുദ്ധത്തിൽ അടർന്നു വീണ കണ്ണെടുത്ത് വെച്ച് തുപ്പുനീര് കൊണ്ട് ഒട്ടിച്ചതും, അങ്ങനെ ഒരുപാട് അമ്പിയാക്കന്മാരുടെ ഒരുപാട് കറാമത്തുകൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഔലിയാക്കന്മാർക്കും അല്ലാഹു കറാമത്ത് കൊടുത്തിട്ടുണ്ട്. അത് മരണം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ വഫാത്ത് കൊണ്ടിട്ട് തീർന്നു പോകുമെന്ന് എവിടെയും ഒരു സ്ഥലത്തും ഇസ്ലാമിൽ ആധികാരികമായി കാണിക്കാൻ ഈ പറയുന്ന ഒരു വിഭാഗത്തിന് കഴിയില്ല. അപ്പോൾ അള്ളാഹുവിൽ അചഞ്ചലമായ ഈമാനോടുകൂടി വിശ്വസിച്ച് അള്ളാഹുവിൽ തൗഹീദ് അർപ്പിച്ച ഒരു വ്യക്തി, ഇത്തരം കറാമത്തുകളുള്ള ഒരു വ്യക്തി മരണപ്പെട്ട് ഖബറിൽ കിടക്കുന്നു എങ്കിൽ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തോട് ചെന്ന്, ഉപ്പാ എനിക്ക് സുഖമില്ല, മന്ത്രിച്ചു തരണം, എൻ്റെ രോഗം മാറ്റിത്തരണം. ചെന്നിട്ട് ഇങ്ങനെയല്ലല്ലോ പറയുന്നേ, ഉപ്പാ അള്ളാഹു തന്ന ഷിഫ അങ്ങ് തരൂ എന്നല്ലല്ലോ പറയുന്നത്. അത് ഉള്ളിലുണ്ട്, നമ്മുടെ അള്ളാഹ് കൊടുത്ത കഴിവാണ് ചോദിക്കുന്നത് എന്നാണ്. അല്ലാതെ അത് അങ്ങനെ വ്യക്തമായല്ല ചോദിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഉസ്താദും ആ ഖബറിൻ്റെ മുന്നിൽ നിന്നിട്ട് അവിടെ കിടക്കുന്ന മഹാനവറുകളോട് ചോദിക്കുന്നത്. അതിലെവിടെയാണ് ശിർക്ക്? എന്താണ് അതിൻ്റെ ശിർക്ക് എന്നുള്ളത് വ്യക്തമാക്കണം, വ്യക്തമായി പഠിക്കണം. നമ്മളിവിടെ വാഗ്വാദത്തിനും ഒന്നിനുമല്ല ഈ സംസാരങ്ങൾ സംസാരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നും ആരും പിഴച്ചു പോകാൻ പാടില്ല. നാളെ മരണപ്പെട്ട് ഖബറിൽ ചെല്ലുമ്പോൾ സ്വർഗം വേണം നമുക്ക്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗത്തിൽ പോകണം. പിഴച്ച വിഭാഗത്തിൽ പെടാൻ പാടില്ല. അതിന് നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ നമ്മൾ ഒരു ചാൻസും കൊടുത്തിട്ടില്ല. ഇനി അത് ഇൻഷാ അള്ളാഹ് കൊടുക്കുകയും ചെയ്യരുത് എന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് എന്ത് വേണം? നമ്മൾ പഠിക്കുക. നമ്മുടെ നാട്ടിൽ പണ്ഡിതന്മാരുണ്ട്, നമുക്ക് പഠിക്കാൻ കിതാബുകളുണ്ട്, അത് വായിച്ചിട്ട് തിരിയുന്നില്ലെങ്കിൽ തിരുത്തി തരാനുള്ള പണ്ഡിതന്മാരുണ്ട്. ഇതെല്ലാം നിലനിൽക്കെ എന്തെങ്കിലും എവിടെ നിന്നെങ്കിലും കേട്ട കുറച്ച് അറിവ്, നമ്മളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നത് വരെയും എനിക്ക് വളരെ കുറച്ച് ഞാൻ അറിവ് നേടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ വ്യക്തിത്വമാണ്. അപ്പോൾ നമ്മളൊക്കെ എന്താണ് സഹോദരങ്ങളെ? നമുക്കൊന്നും അറിവില്ല. അറിവിൻ്റെ പോലും പറയാൻ കഴിയാത്ത, ആയുടെ ഒരു അംശം പോലും ഇല്ലാത്ത മനുഷ്യരാണ് നമ്മളൊക്കെ. അപ്പോൾ എവിടെന്നെങ്കിലും എന്തെങ്കിലും കേൾക്കുമ്പോൾ അതാണ് ശരിയെന്ന് പറയലല്ല ഒരു യഥാർത്ഥ ബുദ്ധിമാനായ മനുഷ്യൻ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ചർച്ചകൾ ഇനിയും മുന്നോട്ട് തന്നെ പോകും. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ, യുവാക്കൾ അവരെല്ലാം ഈ ചർച്ചകൾ കേൾക്കുകയും അവർക്കുള്ള സംശയങ്ങളെല്ലാം ഈ ഗ്രൂപ്പിൻ്റെ ഇൻഫോയിൽ പോയാൽ നമ്മുടെ ആദർശ പഠനവേദി, നടയറ ആദർശ പഠനവേദി എന്ന വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കിട്ടും. അതിൽ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലും വീഡിയോകളുണ്ടോ, ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് നിസ്സംശയം ചോദിക്കാം. എന്താണ് ഇതിൻ്റെ തെറ്റ്? ഇതങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇതെന്താണ് ഇതിൻ്റെ കറക്റ്റ് വഴി? എല്ലാം ഇൻഷാ അള്ളാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് പഠിക്കാം, ചർച്ച ചെയ്യാം സഹോദരങ്ങളെ. അപ്പോൾ
റാഫിക്ക് ഇട്ട വീഡിയോയുടെ ഏകദേശം ഒരു പൊരുൾ ഞാൻ പറഞ്ഞു. ഇതാണ് അതിൽ സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെ അവിടെ ശിർക്കോ മറ്റാരോപിക്കേണ്ട യാതൊരു കാര്യങ്ങളുമില്ല. നമ്മുടെ അറിവ് കുറവ് കൊണ്ട് മാത്രമാണ് നമ്മളത് അങ്ങനെ പറയുന്നത്. നമുക്ക് ഇൽമ് പഠിക്കേണ്ട രീതിയിൽ പഠിച്ച് അത് മനസ്സിലാക്കി ഹക്കായ ദീനിൽ അടിയുറച്ച് വിശ്വസിച്ച് ജീവിച്ച് മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചർച്ച ഇവിടെ നിർത്തുകയാണ്. ഇതിൻ്റെ തുടർ ചർച്ചകൾ ഇതിൽ നിന്നും ഉണ്ടാകാം. വേറെ പല കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യാൻ ഒരുപാടുണ്ട്. നമ്മളെ ജീവിതം തന്നെ പഠനം കൊണ്ട് നിറയ്ക്കേണ്ടതാണ്. അറിവ് ഒരിക്കലും നിറയാത്തതൊന്നാണ്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം എന്നാണ് ഹദീസ്. അറിവ്, ദീനിനെക്കുറിച്ച് പഠിക്കൽ, അതാണ് ദീനിൻ്റെ ജീവൻ എന്ന ആ ഒരു ഹദീസ് മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ള ആശയത്തിൽ ഇനിയും നമ്മൾ പഠനാർഹമായ ഇത്തരം ചർച്ചകളിലൂടെ തന്നെ മുന്നോട്ട് പോകും. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും സഹകരണവും ചർച്ചകളും കമൻറ്റുകളായും മറ്റും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തും മറ്റും എല്ലാം അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഏവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.